അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി അവിടെ വയനാട്ടിൽ തന്നെ തുടരുന്ന മന്ത്രിസഭാ ഉപസമിതി ഒക്കെ ശ്ലാഘനീയമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കാര്യങ്ങൾക്ക് വേഗം കൂട്ടേണ്ടതുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഇനി പോകേണ്ടത്. ഒരു മെമ്മറാണ്ടം ഉടൻ തന്നെ കേരളത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആ മെമ്മറാണ്ടത്തിനനുസരിച്ചായിരിക്കും കേന്ദ്രം നൽകുന്ന സഹായം. പണത്തിൻ്റെ കുറവുണ്ടാകില്ല എന്ന പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൃത്യമായ മെമ്മോറാണ്ടം തയ്യാറാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഇനി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെ തുക വകയിരുത്തേണ്ടതുണ്ട്, ഈ പുനർനിർമ്മാണത്തിനപ്പുറം വയനാട് ഇനിയും ദുരന്ത സാധ്യതയുള്ള മേഖലയായി കണ്ട് അതിനുകൂടി കണക്കാക്കിക്കൊണ്ടുള്ളൊരു തുക കൂടി ചോദിക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? അങ്ങനെ വരുമ്പോൾ ഈ 2000 കോടി എന്നുള്ള ആവശ്യം അത് ചുരുങ്ങിപ്പോകുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇവിടെ ഇത്തരത്തിലുള്ളൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ മൂന്ന് ഘട്ടമായിട്ടാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഒന്ന് രക്ഷാപ്രവർത്തനമാണ്. കേന്ദ്ര സംസ്ഥാന സേനകളെല്ലാം ജനങ്ങളുമെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം. അത് ഏറ്റവും ചെയ്യാവുന്നതിൻ്റെ പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ആ രക്ഷാപ്രവർത്തനം നടന്നു. അതിനുശേഷം രക്ഷപ്പെടുത്തിയവരുടെ സംരക്ഷണം, ആ രക്ഷപ്പെടുത്തിയവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ രൂപത്തിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. അതുപോലെ ഭാവിയിലേക്കുള്ള അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം, ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ടൗൺഷിപ്പ് അടക്കം പുതിയ ആലോചനകൾ പരമാവധി മുന്നോട്ട് വെച്ചു. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ഏറ്റവും നന്നായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് വേണ്ടത്. അപ്പോൾ ഈ 3 രൂപത്തിൽ നമുക്ക് ഈ പ്രകൃതി ദുരന്തത്തെ നേരിടണം. അതിനുവേണ്ടി മന്ത്രിസഭാ ഉപസമിതി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും ശക്തമായിട്ടുള്ള പിന്തുണയോടെ ആ പുനരധിവാസ പ്രവർത്തനത്തിലേക്കും രക്ഷപ്പെടുത്തിയ ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇപ്പോൾ 10ാം ദിവസം സംഭവം നടന്ന് 10ാം ദിവസം പ്രധാനമന്ത്രി എത്തി, പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം പോയി, അതോടൊപ്പം തന്നെ ആശുപത്രി സന്ദർശിച്ചു, അതുപോലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഏതായാലും വയനാട്ടിന് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്നുള്ള ആവശ്യം, അതോടൊപ്പം തന്നെ ഒരു ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം. കാരണം കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇതുപോലെ ഒരു തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പുള്ള പല ഉരുൾപൊട്ടൽ എടുത്ത് നോക്കിയാലും ഇത്രയധികം ആൾനാശമുണ്ടായ, ഗ്രാമങ്ങൾ ഒലിച്ചുപോയ സംഭവം, ഇത്തരത്തിൽ നാശനഷ്ടമുണ്ടായ ഒരു ഉരുൾപൊട്ടലില്ല. 100 വർഷം മുമ്പ് 1924 പ്രളയത്തെക്കുറിച്ചിട്ടാണ് ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. വയനാടിനൊരു വലിയ പാക്കേജ്, പുതിയ പാക്കേജ് തന്നെ പ്രഖ്യാപിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ കേരളത്തെ നെഞ്ചോട് ചേർക്കുന്നു, സംരക്ഷിക്കും എന്നുള്ള ഒരു വാചകമാണ് പുറത്തു വന്നത്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് അതിജീവിക്കണം, കേരളത്തെ പുനർനിർമ്മിക്കണം, അതുപോലെ അവിടെ എല്ലാവർക്കും വീട് നിർമ്മിക്കണം, സ്കൂൾ പുനർനിർമ്മിക്കണം, സർക്കാർ ഓഫീസുകൾ പുനർനിർമ്മിക്കണം, ഉറ്റവരെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർക്ക് ആ വേദന ഇല്ലാത്ത തരത്തിൽ അവരെ എല്ലാം ഈ മലയാള മണ്ണിൻ്റെ മക്കളായി തന്നെ കണ്ടുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം. അപ്പോൾ അതിന് എത്ര രൂപ വരും, തുക വരും? ഇപ്പോൾ ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ തന്നെ കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ റെപ്രസെൻറ്റേഷൻ പരിശോധിക്കട്ടെ. കാരണം നേരിട്ട് വന്ന് കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ കേന്ദ്ര സംഘം, കൂടെ ഉണ്ടായിരുന്ന സംഘം, കേന്ദ്രമന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ മന്ത്രിസഭാ ഉപസമിതിയും ചീഫ് സെക്രട്ടറി അടക്കം കൊടുത്ത റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള രൂപത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്നു. വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ഞങ്ങൾ അതിനെ രാഷ്ട്രീയപരമായിട്ട് അതിനെ ചുട്ട മറുപടി കൊടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല. കാരണം മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല അന്ന്. അതിനുശേഷം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ പാറമടകൾ അനുവദിക്കുന്നത് കൊണ്ടാണ് കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരുമാണ് അവിടുത്തെ പ്രശ്നത്തിന് കാരണം എന്നുള്ള തരത്തിൽ പ്രസ്താവന ഉണ്ടായി. അതിനെയും രാഷ്ട്രീയപരമായി മറുപടി കൊടുക്കുകയോ മറ്റു തരത്തിൽ തർക്കമുണ്ടാക്കുന്ന ഒരു സമയമായിരുന്നില്ല. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരെയും കണ്ടുകൊണ്ട് കേരളത്തിനെതിരെ ലേഖനം എഴുതണം എന്ന രൂപത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു, വാർത്തകൾ പുറത്തു വന്നു. ആ സാഹചര്യത്തിലും ഏറ്റവും നല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് അത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പോലും ഒരു തരത്തിലൊരു തർക്കമുണ്ടാക്കേണ്ട സമയമല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. നമ്മളെല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ഒരാളുടെയും കണ്ണീര് വീഴാതെ ആ ദുരന്തം അനുഭവിക്കുന്നവരെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ ഒരു നല്ല പാക്കേജ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതോടെ തന്നെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള താപനത്തെക്കുറിച്ചുമെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള
വിശദമായിട്ടുള്ള പഠനം നടത്തേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഉണ്ട്. അടുത്ത കാലത്ത് ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. പാറമടകൾ തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണെടുപ്പാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം എന്ന രൂപത്തിൽ നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല. അപ്പോൾ വിശദമായിട്ടുള്ള പഠനം വേണം. അതിനു വേണ്ടിയിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി, കാര്യശേഷിയുള്ള കഴിവുള്ള ഏജൻസിയെ ഏൽപ്പിക്കണം. അതിനും കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണോ കേന്ദ്ര ഗവൺമെൻറ്റിന് നമ്മെ സഹായിക്കാൻ കഴിയുക, ആ തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു പരിഗണനയും അതിൻ്റേതായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വിസിറ്റിനെ കാണുന്നത്. കേന്ദ്രം നല്ല തരത്തിൽ തന്നെ ഇതിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.